ജുറാസിക് വേൾഡ് റീബേർത്ത് ഈ ആഴ്ച ഇറങ്ങിയ സിനിമയാണ്. ഞാൻ ആദ്യം ഇറങ്ങിയ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ 93 ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്തോ കോളേജിലുള്ളപ്പോഴോ ആണ് കാണുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് അതിലുള്ള ആൾക്കാരെ ജുറാസിക് പാർക്കിലേക്ക് പോയിട്ട് ആദ്യമായിട്ട് ഈ ഡൈനോസറസുകളെ ഒക്കെ കാണിക്കുന്ന ആ സീന്. അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇതിനെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതേ അത്ഭുതം ആ തിയേറ്ററിലുള്ള ഞങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണ് വലിയൊരു സ്ക്രീനിൽ നമ്മൾ കേട്ട് അറിഞ്ഞിട്ടുള്ള ജുറാസിക് പാർക്ക് എന്നുള്ള ജുറാസിക് കാലഘട്ടത്തെ ഡൈനോസറസുകളും ഇങ്ങനത്തെ ജീവികളെ പറ്റിയിട്ടൊക്കെ ഇത്ര നല്ല കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ വലിയൊരു സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പം ഇത് ശരിക്കുള്ളത് ആണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അതൊരു ഇറ്റ് വാസ് എൻ അമേസിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് സ്കൂളുകൾ കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ പോയി കാണുക. കോഴിക്കോട് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ആ ഭാഗത്തൊരു ജുറാസിക് പാർക്ക് എന്നുള്ള ഐസ്ക്രീം പാർലറൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. അതിൽ കുറേ ഈ ഡൈനോസറസുകളുടെ ചിത്രവും ഒരു ചെറിയ ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ ഒരു ഡൈനോസറസിൻ്റെ ഒരു ചെറിയ പ്രതിമയൊക്കെ വെച്ചിട്ട് ഇപ്പം ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ കോഴിക്കോട് ഒരു ജുറാസിക് പാർക്ക് ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും അത് ആൾക്കാരുടെ ജീവിതത്തിൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടിയാണ് ആ കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് 7ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെയാണ്. ജുറാസിക് പാർക്ക് എന്നുള്ളത് ജുറാസിക് വേൾഡ് എന്നാക്കിയിട്ട് ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായിട്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ 7th ഇൻ ദാറ്റ് ഹോൾ ലിസ്റ്റ്. ഇതിനു മുമ്പേ ക്രിസ് പ്രാറ്റ് അഭിനയിച്ചിട്ടുള്ള ചില സിനിമകളൊക്കെ ഉണ്ട്. എനിക്ക് ആകെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒന്ന് മാത്രം, അത് ഇർഫാൻ ഖാൻ അഭിനയിച്ചത് കൊണ്ട് അതെൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. നോട്ട് ദ ഹോൾ സ്റ്റോറി ബട്ട് അറ്റ്ലീസ്റ്റ് ദാറ്റ് മൂവി ബിക്കോസ് ഐ റിമെമ്പർ തിയേറ്ററിൽ പോയി കണ്ടാണ്. മറ്റ് ചില സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ ഉണ്ടെങ്കിൽ തന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും റീബേർത്ത് പുനർജന്മം ജുറാസിക് വേൾഡിൻ്റെ ഇപ്പോൾ ഏതൊരു ഇങ്ങനത്തെ ഒരു മോൺസ്റ്റർ ഫീച്ചർ അതിനൊരു ഫോർമുലുണ്ട്. ആ ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ പോകുന്നു, മോൺസ്റ്റർ വരുന്നു, അവിടുന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, കുറച്ച് ആൾക്കാർ അതിൽ മരിച്ചു പോകുന്നു, കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നു, അതിൽ ഒരു വില്ലനായിട്ടൊരാൾ വരുന്നു. അതായത് മനുഷ്യന്മാരെവിടെ പോയാലും മോൺസ്റ്റർ ഉണ്ടെങ്കിലും മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ഒരു തോന്നിയാസം മനുഷ്യന്മാർ കാണിക്കുകയും മനുഷ്യന്മാർ തമ്മിലടിക്കുകയും അങ്ങനത്തെ സംഭവങ്ങൾ അതും ഉണ്ടാവും. അതാണ് ഒരു ജനറൽ ഫോർമുലയായിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്കൊരു എൻഡൊക്കെ നമുക്കറിയാം. നമുക്ക് ഏതാണ്ടൊക്കെ ഇപ്പോൾ കുറേ അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ മരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്, ഇതിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്നൊക്കെ നമുക്ക് ഏതാണ്ടൊരു ധാരണ ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെ സിനിമ കാണുമ്പോൾ തന്നെ അതിലുള്ള കുറേ ആൾക്കാർ നമ്മൾ തന്നെ ബലി കൊടുക്കാൻ തയ്യാറായിട്ടാണ് സിനിമ പോവുക. ബട്ട് ഈവൻ ദെൻ ചില സിനിമകൾ എടുക്കുന്ന സമയത്ത് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ഇപ്പം ഈ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ സിനിമ കാണുന്ന സമയത്ത് ആർ ദെയർ ഇനഫ് ത്രിൽസ്. അതായത് നമ്മളിപ്പം നമുക്കറിയാം ഒന്നെങ്കിൽ ചാവും അല്ലെങ്കിൽ രക്ഷപ്പെടും. സിനിമയാണെന്നുണ്ടെങ്കിൽ ചില സീനുകൾ കാണുന്ന സമയത്ത് എന്തിനാ അയാൾ ഇങ്ങോട്ട് പോയത് അങ്ങനത്തെ ചില ഒരു ആകാംക്ഷ ചില സിനിമകൾ കാണുമ്പോൾ ഉണ്ടാവില്ലേ. അങ്ങനത്തെ വല്ല ഇതുണ്ടെങ്കിൽ മാത്രമേ. പിന്നെ ഇങ്ങനത്തെ മോൺസ്റ്റർ ഫീച്ചർ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ബോറടിക്കാറില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നല്ലതാണോ മോശമാണോ ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് നോക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. ഐ ഗോ ദെയർ ഇഫ് ദാറ്റ് 2 hours ഐ ഹാഡ് സം കൈൻഡ് ഓഫ് എൻ എൻ്റർടൈൻമെൻറ്റ് ഐ തിങ്ക് ദ മൂവി ഈസ് ഗുഡ് ഇനഫ് ഫോർ മീ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജുറാസിക് പാർക്കൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡൈനോസറസ് എന്നുള്ള സംഭവം ആൾക്കാർക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒരു മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയം അടച്ചു പൂട്ടാൻ പോവുക. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വന്നിട്ട് ഇവർക്ക് ഒരു ഈ ഡൈനോസറസുകളുടെ ഒരു ഭാഗത്തുള്ള ഡൈനോസറസുകളുടെ അതായത് കടലിലുള്ള ഡൈനോസറസ്, കരയിലുള്ള ഡൈനോസറസ്, പറക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഡൈനോസറസ് പല പല പേരുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും രക്തം വേണം. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഇവർ ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കണ്ടെത്തുകയാണ്. ഒക്കെയാണ് അതിൻ്റെ ഒരു പ്ലോട്ട്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പുറപ്പെടുകയാണ്. ഒരു മ്യൂസിയത്തിലുള്ള ഒരാളുണ്ട്, ഒരു ആർമിയിലുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ കൂടി ഇവർ പോവുകയാണ്. അങ്ങനെ പോയി അതിൽ 10 ആൾക്കാർ പോയി കഴിഞ്ഞാൽ 5 ആൾ തിരിച്ചു വരുന്നുള്ള രീതിയിലുള്ള സംഭവം. അതിനിടയ്ക്ക് അവിടെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഇതിൻ്റെ കൂടെ വരും. അച്ഛനും 2 മക്കളും ഒരു മോളുടെ ബോയ് ഫ്രണ്ടും കൂടിയിട്ടുള്ളൊരു 4 പേരുണ്ട്. അപ്പോൾ കൂടിയിട്ട് പിന്നെ പലതരത്തിലുള്ള ഈ പ്രീ ഹിസ്റ്റോറിക് ജീവികളെ അതിൻ്റെ ഒരു എന്താ പറയുക
മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ചില ജീവികൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഇത് ഭയങ്കര ആലോചിക്കാനും തല പുകയാനുള്ള സംഭവമൊന്നുമല്ല. ബട്ട് ഐ തിങ്ക് ഇഫ് യു ലൈക്ക് മോൺസ്റ്റർ ഫീച്ചർ, കുറച്ച് ത്രില്ലുകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഒരു ഗംഭീര സിനിമ എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ലൈക്ക് ദറ്റ്. പ്രത്യേകിച്ച് ഡോൾബി സിസ്റ്റത്തിലാണ് കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അലർച്ചയും മുരൾച്ചയും ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റും എന്നുള്ളതാണ്. സോ ഇഫ് യു ഇൻട്രസ്റ്റഡ്, പ്ലീസ് ടു വാച്ച് ജുറാസിക് വേൾഡ് റീബർത്ത്. അപ്പം അങ്ങനെയൊക്കെ.